ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ എൽ ബി എസിന് ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എൽ ബി എസിൽ കൺഫർമേഷൻ ബട്ടനുമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ ഡൗട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എൽ ബി എസിൻ്റെ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ അപ്ലിക്കേഷൻ ഫീ അടച്ചതിൻ്റെയും പിന്നെ നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ഇത് നമ്മൾ ചെയ്തിട്ടെല്ലാം അപ്പോൾ ചെയ്തിട്ടുള്ളതെല്ലാം അവിടെ അപ്ലോഡഡ്, കംപ്ലീറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ എൻട്രി കംപ്ലീറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. മാർക്ക് എൻട്രിയുടെ അവിടെയും കംപ്ലീറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്ലിക്കേഷൻ ആണെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഫൈനൽ കൺഫർമേഷൻ ഡൺ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്സെപ്റ്റഡ് ഡാറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ വ്യൂ അക്സെപ്റ്റഡ് ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ റിജക്റ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് കറക്ഷൻ റിക്വയർഡ് ആയിട്ടുള്ളത്, അതൊക്കെ വീണ്ടും അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് അതിലുണ്ടാവുക. അതിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും അപ്ലോഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇവിടെ ഡാറ്റ കൺഫർമേഷൻ സ്റ്റാറ്റസ് നോട്ട് കൺഫേംഡ് എന്ന് കാണുന്നുണ്ട്. അവിടെ അങ്ങനെയല്ല വേണ്ടേ, അവിടെ കൺഫർമേഷൻ ഡൺ ആവണം. അപ്പോൾ അതിനെല്ലാ കുട്ടികളും കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ താഴെ നോക്കുമ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും കൺഫർമേഷൻ എന്തായാലും ചെയ്യണം. ഇനിയിപ്പോൾ കറക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ കറക്ഷൻ ഉള്ളവരാണെങ്കിൽ എൻട്രീസ് ആർ കറക്റ്റ് എന്നല്ല കൊടുക്കേണ്ടത്, കറക്ഷൻ റിക്വയർഡ്. അപ്പോൾ അത് ഞെക്കിയിട്ട് കൺഫർമേഷൻ അടിക്കുക. ഇനി എല്ലാ കറക്ഷനൊന്നും ഇല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻട്രീസ് ആർ കറക്റ്റ് എന്ന് പറഞ്ഞ് കൺഫേം ബട്ടൺ അടിക്കുക. അപ്പം നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ്റെ സ്റ്റാറ്റസിൻ്റെ അവിടെ ഡൺ എന്ന് കാണിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും കൺഫേം ചെയ്യണം. അത് കഴിഞ്ഞാലാണ് നമ്മുടെ നിങ്ങളുടെ കറക്ഷനുള്ള ഡോക്യുമെൻറ്റ്സ് ഏതാണോ കറക്ഷൻ ആവശ്യമുള്ളത് ആ ഡോക്യുമെൻറ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അവരത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇനി എന്തെങ്കിലും നമ്മളപ്പോൾ റിജക്റ്റ് ആവും ചിലപ്പോൾ. ഇനി എന്തെങ്കിലും കറക്ഷനും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവരാദ്യം വെരിഫൈ ചെയ്യണം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അവർ വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ചും കൂടി സമയം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ഇത് എൻട്രീസ് റിക്വയർഡ് ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമ്മളത് വെച്ചിട്ട് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ കറക്ഷൻ റിക്വയർഡ് ആണെങ്കിൽ കറക്ഷൻ വേണം എന്ന് അടിച്ചിട്ട് നമ്മൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ അവിടെയും കൺഫർമേഷൻ ഡൺ എന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ ഏതാണോ കറക്ഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് ആ ഡോക്യുമെൻറ്റ് നമ്മൾ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഇമെയിലുണ്ട്. അപ്പോൾ എൽ ബി എസ് പോർട്ടലിൻ്റെ ഇമെയിൽ വഴി അവർക്ക് മെസ്സേജ് അയച്ചാൽ അവർ നമുക്ക് റിപ്ലൈ തരും. അല്ലെങ്കിൽ അവരുടെ വാട്സപ്പുള്ള നമ്പറും ഉണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം അവരോട്. അപ്പോൾ അവർ റിപ്ലൈ തരും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക. അതവർ ഒരു 2-3 ദിവസമൊക്കെ പിടിക്കും എന്തായാലും വെരിഫിക്കേഷൻ കഴിയാൻ. അത് കഴിഞ്ഞാൽ അവർ ആ ഡോക്യുമെൻറ്റ് നമ്മുടെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ ആവും. അപ്പോൾ ഇനിയിപ്പോൾ അതിലും ഇനി എന്തെങ്കിലും റിജക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും, കറക്ഷൻ വരികയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, അല്ലെങ്കിൽ അപ്പോൾ വേറെ വീഡിയോ ഇടാം. ഇനിയും എന്തെങ്കിലും അപ്ഡേറ്റ്സ് ആയിട്ട് വേറെ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.